ചാച്ചിപ്പുന്ന മാങ്കോട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൌൺസിൽ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ച് നടന്നു. പുന്നല ചാച്ചിപ്പുന്ന മാങ്കോട് റോഡ് സഞ്ചാരയോഗ്യമാക്കുക, ടിപ്പർ ലോറികളുടെ അനധികൃത സഞ്ചാരം നിരോധിക്കുക, ചാച്ചിപ്പുന്ന മാങ്കോട് മേഖലയിലൂടെ ഉണ്ടായിരുന്ന ബസ് സർവീസുകൾ പുനരാരംഭിക്കുക, ജനപ്രതിനിധികൾ വാക്കുപാലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രദേശവാസികൾ ആക്ഷൻ കൌൺസിൽ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്. കല്ലിങ്കടവിൽ നിന്നുമാണ് MLAയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നത്. സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധ മാർച്ചിൽ അണിനിരന്നു. പത്തനാപുരം കുന്നിക്കോട് പാതയിൽ MLA ഓഫീസിന് മുമ്പായി വൻ പോലീസ് സംഘം മാർച്ച് തടഞ്ഞു. തുടർന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളും സ്ത്രീകളും പോലീസുമായി വാക്കുതർക്കമുണ്ടായി. റോഡിന്റെ ശോച്യാവസ്ഥയിലും MLA ഓഫീസ് മാർച്ചിന് മൈക്ക് സാങ്ഷൻ നിഷേധിച്ചതിലും ശക്തമായ പ്രതിഷേധം ഉയർത്തി. പിന്നീട് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ ഇടപെട്ട് സംഘർഷാവസ്ഥ ഒഴിവാക്കി. സ്ത്രീകളടക്കം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ആക്ഷൻ കൌൺസിൽ രക്ഷാധികാരിയും കൂട്ടുപുഴയ്ക്കൽ NSS കരയോഗം പ്രസിഡന്റുമായ C. സതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 7 വർഷമായി റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുൻപോട്ട് വരാത്ത സാഹചര്യത്തിലാണ് അവിടെയുള്ള ജനങ്ങൾ ഒരു ആക്ഷൻ കൌൺസിൽ രൂപീകരിക്കുകയും അതിന്റെ ഭാഗമായി ഇന്നിവിടെ 2ാം ഘട്ട ഉപരോധം നടത്തുകയും ചെയ്തു. ഞങ്ങൾ മൈക്ക് സാങ്ഷന് വേണ്ടി ബഹുമാനപ്പെട്ട പുല്ലൂർ സബ് ഇൻസ്പെക്ടർ ശ്രീ R. വിജയന്റെ അടുക്കൽ ചെന്ന് അവസാന നിമിഷത്തിൽ അദ്ദേഹം MLA ഓഫീസിലെ ശക്തമായ ഇടപെടലിൽ തന്നെയാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അദ്ദേഹം അവിടെ നിന്നും ആ മൈക്ക് സാങ്ഷൻ ഞങ്ങൾക്ക് അനുവദിച്ചതില്ല. ഇന്നാട്ടിൽ എന്തൊരു വേദന മൈക്ക് സാങ്ഷൻ കൊടുക്കുന്ന ഇന്നാട്ടിലെ പോലീസ് എന്തുകൊണ്ട് ഒരു ജനകീയ പ്രശ്നത്തിന് വേണ്ടി, ഒരു ജനകീയ ആവശ്യത്തിന് വേണ്ടി ഒരു ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചപ്പോൾ അവർക്ക് മൈക്ക് സാങ്ഷൻ നൽകാൻ തയ്യാറായില്ല? രാജാവിനേക്കാളും വലിയ രാജഭക്തിയാണ്. ബഹുമാനപ്പെട്ട MLAയുടെ കയ്യില് പട്ടും മുളയൊക്കെ ഉണ്ടെങ്കിൽ 1-2 എടുത്ത് മാറ്റിവെച്ചേക്കണം, തിരിച്ചു വരുമ്പോൾ കൊടുക്കണം. ആക്ഷൻ കൌൺസിൽ കോർഡിനേറ്ററും മാങ്കോട് GHSS PTA പ്രസിഡന്റുമായ അജയ് കുമാർ അധ്യക്ഷത വഹിച്ചു. ആക്ഷൻ കൌൺസിൽ സെക്രട്ടറിയും കള്ളിപ്പാറ മുസ്ലിം ജമാഅത്ത് ഇമാമുമായ മുഹമ്മദ് നജീബ് മൌലവി സ്വാഗതം പറഞ്ഞു. ജാഥ ക്യാപ്റ്റൻ കൌൺസിൽ രക്ഷാധികാരി SK രാധാകൃഷ്ണൻ, കരിശനംകോട് മുസ്ലിം ജമാഅത്ത് ഇമാം PH അബ്ദുൾ ജമീൽ മൌലവി, ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളായ രാജേന്ദ്രൻ നായർ, KP രാജു, ഷൈജു, ശോഭനകുമാരി, രാമസ്വാമി, ഹിഷാം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.